കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നൊരു പുതിയ സാധനം ഉണ്ടാക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടാവട്ടെ. നമുക്ക് കടുകിടാം. നമുക്ക് മുളകിടാം. മുളകിട്ട് നമുക്ക് ഒന്ന് മൂപ്പിക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇടണ്ട, ഇരിക്കട്ടുന്നതല്ലേ, അതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടാൽ പൂക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് കറിവേപ്പില ഇടാം. അത് നല്ലതായിട്ട് മൂക്കട്ടെ. ഇതേ രീതിയിൽ മൂക്കണം. ഇതേ രീതിയിൽ മൂത്തെങ്കിലേ ഇത് കേടാവാതിരിക്കും. കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് കറികളില്ലാത്തപ്പോൾ എടുത്ത് ഉപയോഗിക്കാം. ഇത് നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കിത് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. പൊടി നല്ലതുപോലെ മൂത്ത് ഇനി നമുക്ക് തിളച്ച വെള്ളത്തിൽ കഴുകി വെള്ളം തുടച്ച് അരിഞ്ഞ തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പിട്ട് കൊടുക്കാം. ആദ്യം കുറച്ചിടാം, പിന്നെ ആവശ്യത്തിനിടാം. നല്ലപോലെ നമുക്ക് വഴറ്റിയെടുക്കാം. നമുക്ക് ചെറുതായിട്ടൊന്ന് കമത്തി അടയ്ക്കാം. നാവി കയറട്ടെ. കമത്തി അടച്ച ഒരു തിളച്ചപ്പോഴത്തേക്ക് അത് വെള്ളമൊന്നും ഒഴിച്ചതല്ല, തക്കാളിയിലെ വെള്ളം തന്നെ. അത് റെഡിയായി. ഇനി നമുക്കൊരു ശകലം സാമ്പാർ കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒന്നും ആവശ്യമില്ല, അപ്പോൾ വേറെ ടേസ്റ്റ് ആവും. ഇതാകുമ്പോൾ ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റ് വരും. ഇനി അടയ്ക്കണ്ട, ഇതിന് നമുക്ക് പറ്റിച്ചെടുക്കണം, എന്നെങ്കിലേ ഇരിക്കൂ. സാമ്പാർ പൊടിയിട്ട് ഇനി ഇത് തുറന്ന് വെച്ച് പറ്റിച്ചെടുക്കണം. നമുക്കിച്ചിരി പുളി ഒഴിച്ച് കൊടുക്കാം. പുളി ഒഴിച്ചാൽ കേടാവത്തില്ല. കായപ്പൊടി ഇടുന്നത് നല്ലതാണ്, പക്ഷേ എൻ്റെ അടുത്ത് കായം തീർന്നു. സാമ്പാർ പൊടി ഇട്ടതുകൊണ്ട് ഇത് നമുക്ക് അഡ്ജസ്റ്റ് ആവും. ഇതിന് നമുക്ക് ചേറുക പറ്റിച്ചെടുക്കാം. എല്ലാം ശരിയായി. സ്റ്റൗ ഓഫാക്കാം. ഇതിനകത്ത് വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിപ്പൊടി, വിനാഗിരി ഒന്നും ഒഴിക്കില്ല, അപ്പോൾ ടേസ്റ്റ് മാറിപ്പോവും. സ്വാമി മാസം ആകുമ്പോൾ ഇത് ഉണ്ടാക്കി ഞാൻ വെക്കും. മോര് കാച്ചിയതും ഇതും പപ്പടവും എന്ത് സൂപ്പറാണെന്നറിയാം കഴിക്കാൻ. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കേ. എല്ലാവരും ഉണ്ടാക്കും, പല രീതിയിലാണെന്നേ ഉള്ളൂ. പക്ഷേ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കട്ടോ, നല്ലതാണ്. ഒന്നുമില്ലെങ്കിൽ ഇത് കൂട്ടി ചോറിന അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കണം. ഇങ്ങനെ ഇല്ലേ, തെറ്റുണ്ടെങ്കിൽ കമൻ്റായിട്ട് പറഞ്ഞോ. ഓക്കെ, അടിപൊളി നിർത്തുക. ഓക്കെ, എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണേ. തക്കാളിയൊക്കെ വില കുറച്ച് കിട്ടുന്ന സമയത്ത് വാങ്ങിച്ചിങ്ങനെ വഴറ്റി ആറുമ്പം കുപ്പിയിലിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കണം. കഴിക്കുന്നതിന് കുറച്ച് മുമ്പ് ഒരു പാത്രത്തിലെടുത്ത് മാറ്റി വെച്ചിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാം. ഓക്കെ, നമ്മുടെ സോസൊക്കെ ഇരിക്കത്തില്ലയോ, അതുപോലെ ഇതും ഇരുന്നോളും.